ആ പൂള ബസാറിൽ ഇതുപോലെ പ്രാവുകൾക്ക് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കാൻ അവിടെ അവിടെ പാക്കറ്റിലാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വാങ്ങി അവർക്ക് തീറ്റ ഇട്ട് കൊടുക്കൽ രസമാണ്. ഒരുപാട് ആൾക്കാർ അങ്ങനെ കോലാലംപൂരിൽ നിന്നും ജോഹറിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്, പതിവുണ്ട്. അന്നിപ്പോൾ എൻ്റെ കൂടെ വന്ന അവരും ഇതുപോലെ വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ തന്ന് എന്നെ കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തേക്ക് നല്ല രസമാണ്. അവറ്റങ്ങനെ നമ്മളങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ വന്ന് എത്തിയെളിഞ്ഞ് കയ്യിൽ നിന്ന് ഇങ്ങനെ അവർക്ക് പേടിയുണ്ട് എങ്കിലും കൂടിയിട്ട് നമ്മളോട് കൂടെ ഇങ്ങനെ വാങ്ങിയിട്ട് അവരിങ്ങനെ പറന്നു പോവുക. അങ്ങനെ നല്ല ഉല്ലസിച്ച് നല്ല സന്തോഷമായിട്ട്. അവർക്കിപ്പോൾ ഒന്നും വിഷമങ്ങളും കാര്യങ്ങളും അറിയില്ലല്ലോ, അവർക്ക് തീറ്റ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. എത്ര ഇട്ട് കൊടുത്താലും അവർ അങ്ങനെ കഴിച്ച് അവസാനം വരെ ഇട്ട് കൊടുത്തത് നമ്മൾ അവർക്ക് തീറ്റ ഇട്ട് കൊടുത്ത് ചടക്കുക എന്നല്ലാതെ അവർ യാതൊരു മടിയുമില്ല, അലസതയില്ല. അവർ നന്നായി കഴിക്കുന്നുണ്ട്. അത് കൊത്തി തിന്ന് പിന്നെ അവർ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ പറക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സൗണ്ട് കാണാം. അടുത്തുനിന്ന് എല്ലാം കൂടെ ഒന്നിച്ച് പറക്കുമ്പോഴേ നല്ലൊരു സൗണ്ട്, പ്രത്യേക ഒരു തരം സൗണ്ടാണ്. പിന്നെ എൻ്റെ സുഹൃത്തും തന്നെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ നീങ്ങണ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയാണെങ്കിൽ നമ്മളെ കൂടെ തന്നെ അവർ പിന്നാലെ വരും. അവർ കാണുന്നുണ്ട് നമ്മളെ കയ്യിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ കവർ കാണുന്നുണ്ട്. അത് കാരണം നമ്മൾ എങ്ങോട്ടാണ് നീങ്ങണത് നമ്മളെ പിന്നിലും മുമ്പിലുമായിട്ട്. കുറേ പ്രാവുകളൊക്കെ ഭക്ഷണം കഴിച്ച് തീറ്റ തിന്ന് പോയതാണ്. അതൊന്നുമല്ല പ്രാവുകൾ, ഇന്നും കൂടുതലുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് കുറച്ച് പ്രാവുകളൊക്കെ കുറഞ്ഞ സമയമായിട്ടാണ്. എന്തായാലും നല്ല രസമാണ്. ഞങ്ങൾ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളന്ന് പോയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പൂള ബസാറിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അന്നൊരു ഓഫ് ഡേ അല്ലാത്തതുകൊണ്ടേ, അത് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. മറ്റേതിപ്പോൾ സീസണിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പെരുന്നാൾ അല്ലെങ്കിൽ ദീപാവലി, ചൈനീസ് ന്യൂ ഇയർ, ക്രിസ്മസ് ഇങ്ങനത്തെ ഫെസ്റ്റിവൽ വരുന്ന സമയത്തൊക്കെ നല്ല തിരക്കേക്കാരം പൂള ബസാറിൽ. അപ്പോൾ നാനാജാതി മതക്കാരും അവിടെ എത്തും. പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കും, അവിടെ ടെൻ്റ് കെട്ടി താമസിക്കുന്നവർ താമസിക്കും. അവിടെ ഫുഡ് ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് അങ്ങനെ റിലാക്സായിട്ട് ലാപ്പപ്പ് ചെയ്യണ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ചില ആളുകൾ മീൻ പിടിക്കാനായിട്ട് വരും. ഇവിടെ മീൻ പിടിക്കുന്ന ഒരു രീതി പഴയകാല സമ്പ്രദായമാണ്. അതിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. മലായക്കാർ പ്രത്യേകിച്ച് നല്ല മീൻ പിടിക്കാനും ഭയങ്കര പ്രിയരാണ്. മീൻ പിടുത്തം വലിയ ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇവിടെ മലേഷ്യയിൽ വരുമ്പോൾ മലാക്കയിൽ പൂള ബസാറിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിന് മറുപടി നൽകാം. അഡ്രസ്സും കാര്യങ്ങളും പിന്നെ എങ്ങനെയാണ് ബോട്ട്. മുമ്പ് ഫെറി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫെറി ഇല്ല എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ്. കാരണം സ്പീഡ് ബോട്ട് മാത്രമേ വരുന്നുള്ളൂ. സ്പീഡ് ബോട്ടിലാണെങ്കിൽ ഒരു പ്രാവശ്യം നമുക്കൊരു ട്രിപ്പ് വിളിക്കാൻ, ഒരു പ്രാവശ്യം നമ്മളെ കൊണ്ടുപോയി ദ്വീപിൽ കൊണ്ടുപോയി നമ്മളെ പ്രാർത്ഥിക്കാനോ പ്രേയേഴ്സൊക്കെ ചെയ്യാനാണെങ്കിൽ കഴിഞ്ഞ് തിരിച്ച് വരാൻ 140 രൂപ റിങ്കിറ്റ്, 140 റിങ്കിറ്റ്. 150 വാങ്ങുന്നവരുണ്ട്, 170 വാങ്ങുന്നവരൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും വാങ്ങുക. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് എപ്പോഴും വിളിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് കുറച്ച് തരുന്നുണ്ട്. അതല്ലെങ്കിൽ 170 എന്തായാലും നമ്മളും കൊടുക്കണം. പിന്നെ ഫെറി ആണെങ്കിൽ അന്ന് 15 രൂപയായിരുന്നു. ഇപ്പോൾ പിഗി ബാല പോയിട്ട് വരാൻ. ഇപ്പോൾ പിന്നെ അതില്ലാത്തതുകൊണ്ട് അത്ര പ്രശ്നമൊന്നുമില്ല. പാടില്ല, നല്ല ക്ലിയറുള്ള വെള്ളമാണ് ഇവിടെ, നല്ല ക്ലിയറാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ അഴുക്കില്ലാത്തതുകൊണ്ട് നല്ല ക്ലിയറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ്.
പൂളാവ് ബസാർ. ആ ബാക്കിൽ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ആയിരുന്നു ഫെറി വരാറുള്ളത്. ഇപ്പോൾ ഈ ബോട്ടുകളൊക്കെ വന്ന് നിൽക്കുന്നത് ആ മഞ്ഞ ബോട്ട് നമ്മളെ കൊണ്ടുപോകാൻ വന്ന ബോട്ടാണ്. മറ്റേ ബോട്ട് ആര് വന്നതാണെന്ന് അറിയില്ല. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.